2011-16 കാലത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരായിട്ടും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ സഹപ്രവർത്തകർക്കെതിരായിട്ടും പലതരത്തിലുള്ള ആരോപണങ്ങളും അപവാദങ്ങളും ഉയർന്നിരുന്നു. അപ്പോഴൊക്കെ ഉമ്മൻചാണ്ടി ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നാണ്. നിയമം അതിൻ്റേതായ വഴികളിൽ കൂടി ഒരുപാട് സഞ്ചരിച്ചു. ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ സഹപ്രവർത്തകരിൽ ചിലരൊക്കെ കളങ്കിതരായി, ചിലരൊക്കെ പ്രോസിക്യൂഷൻ നേരിടേണ്ട ഗതികേട് വരെ ഉണ്ടായി. ഒന്ന് രണ്ട് പേര് രാജിവെക്കെ ഉണ്ടായിട്ട് പോകും. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ സൽപ്പേരിന് പറയത്തക്ക കളങ്കമൊന്നും സംഭവിച്ചില്ല. ജസ്റ്റിസ് ശിവരാജൻ അദ്ദേഹത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ പിന്നീട് ഹൈക്കോടതി അത് എഴുതിയ കടലാസിൻ്റെ വില പോലും കൊടുക്കാതെ തള്ളിക്കളഞ്ഞു. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടരുന്ന ആളല്ല നമ്മുടെ ഇരട്ടച്ചങ്കൻ അഥവാ മുൻ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം നിയമം നിയമത്തിൻ്റെ വഴിക്ക് വിടാൻ സന്നദ്ധനല്ല. അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് ആരോപണം ഉണ്ടാവുകയും ആ വീട്ടിൽ റെയ്ഡ് നടക്കുകയും ചെയ്തപ്പോൾ പുള്ളി പ്രകോപിതനായി എന്ന് മാത്രമല്ല ഇഡിക്കാർക്കെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടതൊന്നും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കൂടിയാണ് ഇഡിയെ മകുടി ഊതി വിളിച്ചു വരുത്തിയത്. അവരാണ് ഇദ്ദേഹത്തിൻ്റെയും മകളുടെയും ജാമാതാവിൻ്റെയും ഒക്കെ വീട് പരിശോധിക്കാൻ വിട്ടത്. അവരാണ് CMRL കർത്താവിൻ്റെ മകൻ്റെ വീട്ടിലേക്ക് എല്ലാം ഇഡി അയച്ചത് എന്ന്. സത്യത്തിൽ അങ്ങനെയല്ല. ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഡിക്കാർ ചാടി എഴുന്നേറ്റതും ഇവരുടെയൊക്കെ വീടുകൾ റെയ്ഡ് ചെയ്തതും. അതിൽ സതീശനോ ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ സണ്ണി ജോസഫിനോ ഇദ്ദേഹത്തിൻ്റെ പഴയ വിരോധിയായ കുമ്പക്കുടി സുധാകരനോ യാതൊരു പങ്കുമില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ സഖാക്കൾ അംഗീകരിക്കാൻ തയ്യാറില്ല. അവർ പറയുന്നത് ED VD മോഡി ഗൂഢാലോചനയാണ് എന്നാണ്. ED VD മോഡി കേൾക്കാൻ രസമുണ്ട്, റൈമിംഗ് ആണ്. പക്ഷേ ഈ പറഞ്ഞ സംഗതിയുടെ മേലൊന്നും ഈ രമേശ് ചെന്നിത്തലയ്ക്കോ വി ഡി സതീശനോ യാതൊരു പങ്കുമില്ല, യാതൊരു സ്വാധീനവുമില്ല. അവർ വിചാരിച്ചാൽ ഒരു പിണ്ണാക്കും നടക്കില്ല. പക്ഷേ നരേന്ദ്രമോദിയെയോ അമിത്ഷായോ EDയെയോ വെറുതെ കുറ്റം പറഞ്ഞാൽ അതിന് കേരളത്തിൽ ഒരു മാർക്കറ്റ് വാല്യൂ ഇല്ല. കേരളത്തിൽ വിലയുള്ളത് രമേശിനും സതീശനുമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ നെഞ്ചത്തേക്ക് കയറാം എന്ന് സഖാക്കൾ തീരുമാനിച്ചു. മാത്രവുമല്ല, ഈ മുഖ്യമന്ത്രിയുടെ വാടക വീട്ടിന് മുൻ മുഖ്യമന്ത്രിയുടെ വാടക വീട്ടിന് ചുറ്റും പാർട്ടി സഖാക്കൾ ഒത്തുകൂടുകയും മുദ്രാവാക്യം വിളിക്കുകയും EDയുടെ തന്തയ്ക്ക് പറയുകയും ഒക്കെ ചെയ്ത് സാമാന്യ രസകരമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. EDക്കാർ തിരിച്ചു വന്നപ്പോൾ ഇവർ കാറ് തടഞ്ഞു നിർത്തുകയും ഇരുമ്പ് വടികളും അതുപോലെ ഇഷ്ടികളും ഉപയോഗിച്ച് കാറിൻ്റെ ഗ്ലാസ് അടിച്ച് തകർക്കുകയും ചെയ്തു. ഈ കാറിൻ്റെ ഉടമസ്ഥൻ ഒരു ടാക്സിക്കാരനാണ്. അയാൾ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടാണ് ടാക്സി മേടിച്ചത്. ഇപ്പോൾ ചില്ല് തല്ലി പൊട്ടിച്ചു. മാത്രമല്ല അയാൾ CPM കാരനുമാണ്. അങ്ങനെ ഇരുമേലിൽ CPM കാരും കാറ് വാടക കൊടുക്കില്ല, EDക്കാരും നടന്നു പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണപാഠം. മാത്രവുമല്ല, വീണയുടെ അക്കൗണ്ടുകളൊക്കെ പോലീസ് EDക്കാർ മരവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്തെന്ന് വെച്ചാൽ CPM അടുത്തായിട്ട് ബാങ്കിൻ്റെ ചില്ല് അടിച്ച് തകർക്കും, ബാനറെ കയ്യേറ്റം ചെയ്യും. മാത്രമല്ല, ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് പിൻവലിക്കും. അങ്ങനെ ബാങ്കിനെ പാഠം പഠിപ്പിക്കും, EDയെ പാഠം പഠിപ്പിക്കും. പിന്നെ EDക്കാർ പോയ വഴിക്കൊക്കെ ഇവർ ചാണകവെള്ളം തളിച്ച് ശുദ്ധമാക്കും. ഇങ്ങനെ പല പല കലാപരിപാടികളും കലാരൂപങ്ങളുമൊക്കെ പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കലാപ പരിപാടികൾക്ക് നേതൃത്വം നൽകാനായിട്ട് സഖാവ് വി ജോയ്, അദ്ദേഹം വർക്കല MLAയുമാണ്, പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമാണ്. പുള്ളി നേരിട്ട് അവിടെ ഹാജരായിരുന്നു എന്നുള്ളത് വളരെ ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. കോഴിക്കോട്ട് മുഹമ്മദ് റിയാസിൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലും റെയ്ഡുണ്ടായി. പക്ഷേ അവിടെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം റിയാസിൻ്റെ വാപ്പ റിട്ടയർ ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുള്ളിക്കറിയാം EDക്കാരനെ താടിക്കെട്ട് തട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പാർട്ടി പ്രവർത്തകരെ പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് സംഗതി സലാമത്താക്കി പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അദ്ദേഹത്തിന് അത്രയെങ്കിലും വിവേകമുണ്ടായി. അതിൽ നമ്മൾ സന്തോഷിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, സഖാവ് MA ബേബി ഇതറിയുമ്പോൾ ഡൽഹിയിലായിരുന്നു. പുള്ളിയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒന്ന് പ്രതിഷേധിച്ചു. പോലീസുകാർ കൊങ്ങയ്ക്ക് പിടിച്ച് തൂക്കിയെടുത്തോട്ട് പോയി. തല്ലൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കും. ബേബി സഖാവിന് ഇപ്പോൾ പഴയ പ്രായമല്ല. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പ്രകടനം നടത്തിയപ്പോൾ പോലീസിൻ്റെ ഇത് കിട്ടിയ സ്നേഹപൂർണ്ണമായ പരിലാളന അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും. പഴയ കാലമല്ല, ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. മാത്രമല്ല, കേരളത്തിലെ പോലീസല്ല, ഡൽഹിയിലെ പോലീസ് സംഘി പോലീസാണ്. ഇവിടെ നമ്മുടെ സതീശൻ്റെ ചെന്നിത്തലയുടെ പോലീസായതുകൊണ്ട്
ഈ പോലീസുകാർ താടിക്ക് പിടിച്ചാലും കൊങ്കയ്ക്ക് പിടിച്ചാലും കൂമ്പിനിടിക്കുകയില്ല എന്നൊരു സമാധാനമുണ്ട്. അവിടെ അങ്ങനെ യാതൊരു പരിഗണന കിട്ടുകയില്ല. ഇടി കൊണ്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ പ്രായവുമല്ല. വയസ്സുകാലത്ത് ധാരയും ക്ഷീരബലയും ഞവരക്കിഴിയൊക്കെ ഇടുന്നത് അത്ര സുഖകരമായ ഒരു അനുഭവമായിരിക്കില്ല എന്ന് ഞാൻ അദ്ദേഹത്തെ വിനയപുരസ്സരം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ജയിക്കുമൊക്കെ സമരത്തിന് കാര്യമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒന്നോ രണ്ടൊക്കെ കിട്ടിയാലും തിരക്കില്ല. കാരണം ചെറുപ്രായമാണ്. ഇനി ഒരുപാട് കാലമുണ്ട്. ഡൽഹിയിൽ പോലീസിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തി അടിമേടിച്ച ധീര സഖാവ് എന്നൊക്കെ പറയാം. ഞാൻ പറയാൻ വന്നത് ഈ ഘടകകക്ഷികളുടെ കാര്യമാണ്. ഘടകകക്ഷികളെല്ലാവരും വളരെ മാതൃകാപരമായ ഒരു സമീപനം ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സഖാവ് ബിനോയ് വിശ്വം. അദ്ദേഹം പറയുന്നത് എക്സാലോജിക് എന്നൊരു കമ്പനിയും CMRL എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയും തമ്മിൽ ചെറിയ എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകളുണ്ട്. അതിലെന്തൊക്കെയോ ക്രമക്കേടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്ത് മനസ്സിലാക്കാം. കേരള മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും സർവോപരി CPM പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് അങ്ങേയറ്റം അപലപനീയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നാണ്. ഈ സഖാവ് പിണറായി വിജയൻ്റെ ഏക മകളാണ് എക്സാലോജിക് എന്ന സുപ്രസിദ്ധമായ സ്ഥാപനത്തിൻ്റെ ഏക ഷെയർ ഹോൾഡറും ഏക ഡയറക്ടറും. ആ കാര്യം സഖാവ് ബിനോയ് വിശ്വത്തിന് അറിയാത്തതാണോ, അത് അറിഞ്ഞിട്ട് മറന്നുപോയതാണോ, പറയാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രകാശ് ബാബുവിൻ്റെയോ CPIയുടെ ഏതെങ്കിലും നേതാവിൻ്റെ വീട്ടിലേക്ക് ഇടിക്കാർ വരാത്തത്? അവരാരുടെ മക്കൾ ഇതുപോലത്തെ കലാപരിപാടിക്ക് പോകുന്നില്ല. അവരാരും ശശിധരൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബിനോയ് സഖാവിൻ്റെ വീട്ടിലും ഇടിക്കാർ വന്നത് വരാത്തത് ഇതുകൊണ്ടാണ്. അപ്പോൾ സഖാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. മാത്രമല്ല, നമ്മുടെ പാർട്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോറ്റ് ആകെ വല്ലാത്തൊരവസ്ഥയിലായി നിൽക്കുകയാണ്. ഇതുപോലത്തെ ഒരു കലാപരിപാടിയാണ് പണ്ട് CPIക്കാർ തൃശ്ശൂർ നടത്തിയത്. കരിമന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ CPMകാർ വലിയ തട്ടിപ്പ് നടത്തിയവരെ കണ്ടുപിടിച്ച് ഇടി വന്നപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ പോകുന്നു, ഓടിവായോ എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധ സദസ്സുകൾ നടത്തി. അതിൽ CPIക്കാർ പോയി പങ്കെടുത്തു. അപ്പോൾ എന്തു പറ്റി? നാട്ടുകാർ മുഴുവൻ എതിരായി. അങ്ങനെയാണ് നമ്മുടെ സുനിൽകുമാർ തൃശ്ശൂർ തോറ്റത്. അല്ലാതെ തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ടല്ല. അതൊരു മൈനർ മാറ്റർ മാത്രമായിരുന്നു. ശരിക്കുള്ള വിഷയം കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കായിരുന്നു. അത് സഖാക്കൾക്ക് മനസ്സിലായില്ല. അവർ കരുവന്നൂർ ഈ തട്ടിപ്പ് നടത്തിയ ആളുകളോട് ഐക്യദാർഢ്യപ്പെടാനും EDയെ തടഞ്ഞു നിർത്താനും കേന്ദ്ര ഇടപെടലിനെ ചെറുക്കാനും ഫാസിസത്തിനെതിരായിട്ട് വാറോലിറക്കാനും പോയി. പരിണതഫലം തൃശ്ശൂർ മണ്ഡലത്തിൽ നമ്മുടെ സുനിൽകുമാർ ഡീസൻ്റായിട്ട് തോറ്റു. അഥവാ സുരേഷ് ഗോപി ഇവിടെ നിന്ന് ജയിച്ചു പോയി കേന്ദ്രമന്ത്രിയായി. ഇനി ഇപ്പോൾ ജനങ്ങൾ ആകമാനം വെറുത്ത് നിൽക്കുകയാണ്. അത് CPIക്കാരുടെ കുഴപ്പം കൊണ്ടല്ല, പിണറായിസത്തിൻ്റെ തകരാറുകൊണ്ടാണ്. ഇതെല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്നവർക്ക് മാത്രമല്ല, മൂക്ക് കീഴോട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. അതറിഞ്ഞതിന് ശേഷവും പിണറായി വിജയൻ ഐക്യദാർഢ്യമായിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന കാര്യം അല്പം ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഈ നാട്ടുമ്പുറത്തൊരു ചൊല്ലുണ്ട്, എള്ളുണങ്ങിയാൽ എണ്ണയ്ക്ക് കൊള്ളാം എന്ന്. എള്ളുണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആട്ടി അതിൻ്റെ അകത്ത് പ്യുവർ ജിഞ്ചിലി ഓയിൽ എടുക്കാം. അതേ സമയത്ത് ഈ എള്ളിൻ്റെ അകത്ത് എലിക്കാട്ടം ഉണ്ടാവും. എലിക്കാട്ടം മുടങ്ങിയിട്ട് എന്താ വിശേഷമുള്ളത് എന്ന് ചോദിക്കും. എന്താ പറഞ്ഞ പോലെയാണ് ഈ കളവ് നടത്തിയ CPMകാർ പ്രതിഷേധിക്കുന്നത് മനസ്സിലാക്കാം. അതിലൊരു പങ്കുമില്ലാത്ത, അതുമായിട്ട് ഒരു ബന്ധവും മൂലബന്ധവും ഇല്ലാത്ത CPIക്കാരും ജനതാദളുകാരും കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പുകാരും കോൺഗ്രസ് എസ്സുകാരും NCPക്കാരും ഒക്കെ പ്രതിഷേധിച്ചാലൊക്കെ ഇരിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ചു. ഈ കാലത്ത് നേരം മനുഷ്യൻ ചിരിപ്പിക്കാനായിട്ട് ഇതുപോലെ ഓരോ വിദൂഷകന്മാർ രംഗത്തിറങ്ങുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും CPM തൃത്യ സ്ഥലത്ത് LDF ഏറ്റെടുത്തിരിക്കുകയാണ്. നാടൊട്ടുക്ക് പ്രതിഷേധ സമ്മേളനങ്ങളും അതുപോലെ പ്രതിഷേധ ജാഥകളും പന്തം കൊളുത്തി പ്രകടനവും മറ്റ് സകല കലാപരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതങ്ങനെ കൈകുട്ടിക്കളിയായിട്ടും തിരുവാതിരക്കളിയായിട്ടും ദഫ്മുട്ടായിട്ടും പരിചമുട്ട് കളിയായിട്ടും ഒക്കെ മുന്നോട്ട് പോയേ മതിയാവുള്ളൂ. കാരണം ജനങ്ങളിപ്പോൾ ഭാഗികമായി വെറുത്തിരിക്കുകയാണ്. അവരെ പരിപൂർണമായി വെറുപ്പിച്ചാൽ മാത്രമേ ഈ നാട്ടിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചുവന്ന പുലരി അല്ല, ചുവന്ന സന്ധ്യ ഞാൻ മുന്നിൽ കാണുന്നു. എല്ലാവർക്കും നമസ്കാരം. ലാൽ സലാം.